ശ്ലോകം 7. സമസ്തസാരീജ പുരാണസംഗ്രഹേ. വിദ്യാരണ്യ സ്വാമികൾ എന്നു പേരായിട്ട് ഒരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹവും ശൈവനാണ്, ശിവനെ പൂജിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള അദ്ദേഹവും ഗുരുവായൂരപ്പനെ ശ്രേഷ്ഠനായിട്ട് പറയുന്നു. മാധവാചാര്യൻ എന്നും അദ്ദേഹത്തിനെ പറയാറുണ്ട്. 13ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. വിജയനഗര സാമ്രാജ്യത്തിനെ സ്ഥാപിച്ച ആളാണ്. പക്ഷെ എങ്കിലും അതിൻ്റെ ചക്രവർത്തിയായിരുന്നില്ല. ചക്രവർത്തിയായിട്ട് ബുക്കരായ ചക്രവർത്തിയെ അഭിഷേകം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടിരുന്നു. അങ്ങനെ കുറച്ചു കാലം മന്ത്രിസ്ഥാനം സ്വീകരിച്ചിരുന്നു. പിന്നീട് അത് വേണ്ട എന്ന് പറഞ്ഞ് എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ശൃംഗേരി മഠത്തിൻ്റെ അധിപതിയായിട്ടിരുന്നു. അവിടെ വെച്ച് അനേകം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. പഞ്ചദശി എന്നുപേരായ ഒരു പ്രകരണ ഗ്രന്ഥം എഴുതി. അതുപോലെ ജീവൻ മുക്തി വിവേകം, ശങ്കരാചാര്യസ്വാമികളുടെ ജീവചരിത്രമായ ശങ്കര വിജയം, അങ്ങനെ അനേക ഗ്രന്ഥങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടായി. അപ്പോൾ ഒരു ശ്രേഷ്ഠനായ ശൈവനായിരുന്നു അദ്ദേഹം. എല്ലാ പുരാണങ്ങളെയും സംഗ്രഹിച്ച് ഒന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് പുരാണ സംഗ്രഹം. സമസ്തസാരീജ പുരാണ സംഗ്രഹേ. എല്ലാ പുരാണങ്ങളുടെയും സാരമായിട്ടുള്ള ആ പുരാണ സംഗ്രഹത്തിൽ, പുരാണ സാരം എന്നാണ് അതിൻ്റെ പേരെന്നാണ് പറയുന്നത്. ഇവിടെ സംഗ്രഹം എന്ന് പറഞ്ഞത് അത്രയേ ഉള്ളൂ. വിസംശയം ത്വന്മഹിമൈവ വർണ്ണ്യതേ. അത് വായിച്ചാൽ അറിയാം, യാതൊരു സംശയമില്ലാതെ വിദ്യാരണ്യസ്വാമികൾ ഗുരുവായൂരപ്പൻ്റെ മഹിമയാണ് അവിടെ വർണ്ണിക്കുന്നത്. എല്ലാ പുരാണങ്ങളുടെയും സാരമാണ്. അപ്പോൾ അതിൽ നിന്നും ഗുരുവായൂരപ്പൻ വൈഷ്ണവനായിരിക്കുന്ന, അതല്ലേ, വൈഷ്ണവന്മാർ പൂജിക്കുന്ന ഗുരുവായൂരപ്പനാണ് എല്ലാ ദേവന്മാരിലും വെച്ച് ശ്രേഷ്ഠൻ എന്ന് വ്യക്തമാണ്. അതാണ് ഇനി അവർ വസിച്ചിരുന്നതായ സ്ഥലമാണ് ഈ സത്യലോകം. ആ സത്യലോകത്തിൽ 3 പേർക്കും ഒരു വെവ്വേറെ സ്ഥലമുണ്ട്. അതാണ് ത്രിമൂർത്തിയുഗ് സത്യപദ ത്രിഭാഗത. സത്യപദത്തിനെ ത്രിഭാഗം, 3 ഭാഗമാക്കി. അങ്ങനെ 3 മൂർത്തികൾക്കും കൊടുത്തു. ബ്രഹ്മാവിന് താഴത്ത്, മധ്യത്തിൽ വിഷ്ണു, മുകളിൽ ശിവൻ. ത്രിമൂർത്തികളോടുകൂടിയ സത്യപദം. അതിൻ്റെയും പുറത്ത്, അതാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ സത്യലോകം. അതിൻ്റെയും പുറത്ത് ലോകാലോക പർവ്വതത്തിൻ്റെയും അപ്പുറത്ത്. അതാണ് പരംപദം തേ കഥിതം. അവിടെ വിഷ്ണുവിന് ഒരു ശ്രേഷ്ഠമായ ലോകമുണ്ട്, വൈകുണ്ഠം എന്ന് അദ്ദേഹം വിദ്യാരണ്യസ്വാമികൾ തന്നെ പറഞ്ഞിരിക്കുന്നു. നശൂലിനഹ. ശൂലമുള്ള ആൾ ശിവനല്ല ആ സ്ഥാനം. ശിവനങ്ങനെ ഒരു പ്രത്യേക സ്ഥാനമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രത്യേക സ്ഥാനം ഗുരുവായൂരപ്പനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ
എങ്ങനെയുണ്ട്? സകലനായ വൈകുണ്ഠനാഥനായിട്ടിരിക്കുന്നു. അതാണ് വൈകുണ്ഠത്തിൽ വസിക്കുന്നു. അപ്പോൾ വിദ്യാരണ്യ സ്വാമികൾ ശൈവനാണെങ്കിലും വിഷുവിനെയാണ് ശ്രേഷ്ഠനായിട്ട് കണക്കാക്കുന്നത്. ആ വിഷുവിന് ഈ ത്രിലോകങ്ങളുടെയും മുകളിൽ, സത്യലോകത്തിൻ്റെയും മുകളിൽ ഒരു പരമമായ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വിഷ്ണു തന്നെയാണ്, അല്ലാതെ ശിവനല്ല. ന ശൂലിനഃ, ശിവൻ അങ്ങനെയൊരു സ്ഥാനം പറയുന്നില്ല. അപ്പോൾ രണ്ടുപേരെയാണ് മേൽപ്പത്തൂർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ടുപേരും ശ്രേഷ്ഠന്മാരായ ശൈവന്മാർ. ഒരാൾ ഭഗവാൻ തന്നെയാണ്, മറ്റേയാൾ സന്യാസി വര്യനാണ്. ശ്രീ മാധവാചാര്യർ അല്ലെങ്കിൽ വിദ്യാരണ്യ സ്വാമികൾ. അപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നർത്ഥം. ശൈവന്മാർക്ക് പോലും തള്ളിക്കളയാൻ സാധ്യമല്ല. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കൃതികൾ നോക്കിയാൽ അതിൽ വിഷുവിനാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം നൽകിയിരിക്കുന്നത്. വിദ്യാരണ്യ സ്വാമികൾ വിഷുവിന് സത്യലോകത്തിൻ്റെയും പുറത്തുള്ളതായ ആ ലോകത്തിനെ പറ്റിയും വൈകുണ്ഠ ലോകത്തിനെ പറ്റിയും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 18 പുരാണങ്ങളെയും സംഗ്രഹിച്ചിട്ടാണ് വിദ്യാരണ്യ സ്വാമികൾ ചെയ്തിരിക്കുന്നത്. അതാണ് സമസ്തസാരേജ പുരാണ സംഗ്രഹി, എല്ലാ പുരാണങ്ങളുടെയും സാരമായിട്ടുള്ളതാണ് അദ്ദേഹം എടുത്തിട്ട് ഇതായിരിക്കുന്നത്.